ആരെയും വലിച്ചിട്ട് അരയ്ക്കുന്ന രേണുസുതിയെ കുറിച്ച് ഒന്നും പറയണ്ടെന്ന് വിചാരിച്ചാലും നമ്മുടെ മുമ്പിലേക്ക് ഇൻസ്റ്റഗ്രാമിലേക്ക് ഇത്തരം വീഡിയോസൊക്കെ തള്ളി വരുന്നതുകൊണ്ട് മാത്രം കുറച്ച് വീഡിയോസിലൂടെ ഒന്ന് പോകാൻ വിചാരിക്കുന്നു. രേണുസുതി അദ്ദേഹത്തിന്റെ സുധി ചേട്ടന്റെ 2ാം ചരമവാർഷികമായിരുന്നു. സ്വാഭാവികമായിട്ടും അതിന്റെ ചില ചടങ്ങുകൾ ഓർമ്മകളിലേക്ക് പോക്കൊക്കെ ഉണ്ടായിരിക്കും. രേണുവിന് സങ്കടമൊന്നും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ചില സങ്കടങ്ങളെല്ലാം ഓവറല്ലേ. 24 മണിക്കൂറും അവരെ പറ്റിയിട്ട് സുധി 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 എന്ന് പറഞ്ഞു നടക്കുന്ന ഒരാളാണ്. പക്ഷേ നോക്കൂ, ഒരു വീഡിയോ കണ്ടു നോക്കൂ. ആ ഒരു വിളി കേട്ട നമ്മൾ വിചാരിക്കും ഇത് കല്യാണത്തിന് വിളിക്കുകയാണോ, കുട്ടിയുടെ ചോറൂണിന് വിളിക്കുക എന്നൊക്കെ വിചാരിക്കും. പക്ഷെ എന്താണെന്നറിയാം സുഹൃത്തുക്കളെ, സുധി ചേട്ടന്റെ 2ാം ചരമവാർഷികത്തിനാണ് ക്ഷണിക്കണേ. ആ ക്ഷണത്തിന്റെ ഒരു ഇത് നോക്കി, സൗന്ദര്യം നോക്കി. അവിടെ ഇങ്ങനെ എന്തോ ഒരു ഷൂട്ട് ചെയ്തിരുന്നു. പെട്ടെന്നാണ് സുധി ചേട്ടൻ ഓർമ്മയിലേക്ക് വന്നത്. നാളെ എല്ലാവരും വരുമോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് കേട്ടോക്കൂ. എവിടെ ഒന്നൊന്നര ചോദ്യല്ലേ. കണ്ടില്ലേ, ഇവര് 24 മണിക്കൂർ ഇവരെ മറ്റുള്ളവരെ ട്രോളണം എന്നൊക്കെ ഇവര് ആഗ്രഹിക്കുന്നുണ്ട്. നാളെ സുധി ചേട്ടന്റെ ചടങ്ങാണ്, സ്വാഭാവികമായിട്ടും ചാനലറൊക്കെ വരും. അപ്പൊ അവരുടെ മുമ്പിൽ അഭിനയിക്കണം, ഗംഭീരമായ കരച്ചിൽ വരാന്നൊക്കെ ഇവർക്ക് വളരെയധികം ആഗ്രഹമുണ്ട് തോന്നുന്നു. അല്ലാതെ എന്തിനാണ് ഒരു മരിച്ചു കഴിഞ്ഞ ശേഷമുള്ള ചടങ്ങുകളൊക്കെ അത് നമ്മുടെ മാത്രം പ്രൈവസി ആയിരിക്കും. അതിൽ ആ വീട്ടുകാർ ആരായാലും ഭയങ്കരമായിട്ട് പ്രൈവസി ആവശ്യപ്പെടും. കാരണം അത്തരം ചടങ്ങിലേക്ക് ആരെങ്കിലും വരിക, നമ്മുടെ വിഷമങ്ങളോ മറ്റുള്ളവർ ഒപ്പിയെടുക്കുക, അതിട്ട് റീലാക്കി പോവുക. അവിടേക്ക് പോകുന്ന ഈ ചാനൽ പ്രവർത്തകർ നമുക്കൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അവർക്ക് റീച്ച് കൂടാൻ വേണ്ടിയിട്ടാണ് എങ്ങനെ വേണമെങ്കിലും ഇവരെ പിന്നാലെ പോകും. പട്ടിണി കിടന്നിട്ടായാലും ഇവരെ പിന്നാലെ പോയിട്ട് റീൽ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഇവരെ റീല് കാണുക, അതിൻ്റെ അടിയിൽ 4 തെറി പറയുക എന്നത് ഏകദേശം കുറേയൊക്കെ മലയാളികളുടെ ഒരു സ്വഭാവമായിട്ട് മാറിയിട്ടുണ്ട്. എന്തായാലും മരണാനന്തര ഈ മരിച്ച് 2 വർഷം കഴിഞ്ഞിട്ടുള്ള ചില്ലറ എന്തൊക്കെ ചടങ്ങുകളുണ്ട്, ആ ചടങ്ങിനാണ് ഈ ക്ഷണിക്കുന്നത്. ചില കല്യാണത്തിന് വിളിക്കണമാതിരി. കണ്ടില്ലേ, വിളിക്കണ്ട വിളിച്ചു കഴിഞ്ഞ പിന്നെ അപ്പം തികയത്തില്ല. ഇവർക്കൊക്കെ തിന്നാൻ കൊടുക്കേണ്ട പൈസ ഇല്ല. കല്യാണമല്ല അവിടെ നടക്കാൻ പോകാൻ. എന്തു ചെയ്യും. എന്തായാലും ഇതൊക്കെ കഴിഞ്ഞ് ഇവര് സുധി ചേട്ടന്റെ അടുത്തൊക്കെ നിന്നിട്ട് ഒരു പാട്ടുണ്ട്, കുറച്ചു കാലം മുമ്പത്തെയാണ്. ഒരു പാട്ട് കേട്ടു നോക്കി. കാണനഴകുള്ള മാണിക്യക്കുയിലേ, കാടാറു മാസം കഴിഞ്ഞില്ലേ. കൊള്ളാം, വൃത്തിയായിട്ടൊക്കെ പാടുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഇനി അവിടെയുള്ള കുറച്ചു നാടക സംഭവം പോലൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. ഭയങ്കര ഫേക്കായിട്ട് കരയുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നോക്കി നോക്കി, മോൻ അവിടെ വളരെ വിഷമിച്ചിരിക്കുകയാണ്. അവരെ വീട്ടില് നന്നായിട്ടൊക്കെ ആ ഫോട്ടോ ഒക്കെ വെച്ച് ദീപമൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ക്യാമറ പിടിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണിത് ഞാൻ പറയുന്നത്. ഇതിപ്പോ സ്വന്തം മകനെ വിളിക്കുകയാണ്. അച്ഛന്റെ ചടങ്ങുകളൊക്കെ അവർ മകന്റെ അവർ വീട്ടിൽ വെച്ച് നടക്കുന്നുണ്ട്. ഇവർക്ക് എന്താ പറയുക, ഉണ്ടാക്കി കൊടുത്ത വീട്ടിലല്ല. അപ്പോൾ മകനെ വിളിച്ചിട്ട് മോനെ നമ്മുടെ അച്ഛന്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞോ, അവിടുത്തെ എല്ലാം കഴിഞ്ഞോ എന്ന് ചോദിക്കണമെങ്കിൽ ഇവർക്ക് വേണമെങ്കിൽ അവിടെ ഏതെങ്കിലും പ്രൈവസി ഉള്ളൊരു ഏതെങ്കിലും റൂമിൽ പോയി ഒന്ന് അടച്ചിട്ടിരുന്നിട്ട് ഞാൻ എൻ്റെ മകനെന്ന് വിളിക്കട്ടെ, അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അന്വേഷിക്കട്ടെ എന്ന് വേണമെങ്കിൽ സ്വകാര്യമായിട്ട് ചെയ്യാം. പക്ഷെ ഇവരതാ നല്ല നീട്ടി പിടിച്ചിരിക്കുന്നു. ക്യാമറമാന്മാരെ പോരെ, ഞാൻ എൻ്റെ മൂത്ത മകനെ വിളിക്കുകയാണ്, സുധി ചേട്ടൻ്റെ മൂത്ത മകനെ വിളിക്കുകയാണ്, കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയാണ്. എന്തിനാണ് ഇങ്ങനെയൊക്കെ? കണ്ടില്ലേ ആ ക്യാമറമാര് വരുന്നൊക്കെ. ചടങ്ങായിരുന്നോ അവിടെ? ചടങ്ങ് കഴിഞ്ഞോ? ഉച്ച കഴിഞ്ഞ് മഴയില്ലെങ്കിൽ പോരെ. ആ നടക്കട്ടെ. ഇവർക്കൊക്കെ ഒരു ഹായ് പറഞ്ഞേക്ക് എല്ലാവർക്കും. നിന്റെ അനിയൻ ഇവിടെ ഉണ്ട്, അകത്തുണ്ട്, പിന്നെ വിളിക്കാട്ടോ. ഇവിടെ നിന്റെ അനിയൻ ഇവിടെ അകത്തുണ്ട്. ഇപ്പൊ അങ്ങനെ പറയേണ്ട കാര്യം. അപ്പൊ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ മതി. എന്തിലൊക്കെ ആവട്ടെ. എന്തായാലും മകന് ഈ ഇത്തരം ഫെയിമില് ആളുകളാവാന്ന് ഒരു താല്പര്യമൊന്നുമില്ല. ഇനി ഒരു മരണാന്തര ചടങ്ങിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴുള്ള കുറച്ച് ദൃശ്യങ്ങളാണ്. ക്യാമറമാർ ചുറ്റുമുണ്ട് കേട്ടോ. സ്വാഭാവികമായിട്ടും സങ്കടങ്ങളൊക്കെ ഒപ്പിയെടുക്കും. 2 വർഷം കഴിഞ്ഞാൽ സങ്കടം ഉണ്ടാവും എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും സങ്കടം ഉണ്ടാവും. ഒപ്പം ജീവിച്ച ഒരാൾ പോയി കഴിഞ്ഞ് എത്ര വർഷം കഴിഞ്ഞാൽ ആ സങ്കടം ഉണ്ടാവും. എന്നാലും ഈ ക്യാമറമാരൊക്കെ വിളിച്ചു കൊണ്ടുപോയി നാളെ വരൂലെന്നൊക്കെ മുൻകൂട്ടി ചോദിച്ച് നാളെ വരണം എന്നൊക്കെ പറഞ്ഞ്
കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾക്ക് നൽകിയ എല്ലാ നന്മകളെയും നന്ദിയോടെ ഓർക്കാനും അങ്ങനെയുള്ള വിശ്വാസത്തോടും ഭയത്തോടും ഈ ആയുസിനെ വിട്ടുപോയ പ്രിയപ്പെട്ടവരുടെ ചെറിയലാമെന്നുള്ള പൂർണ്ണ നിശ്ചയത്തോടെ ഇരിപ്പാനും ഇപ്പോൾ ദുഃഖത്തിലിരിക്കുന്ന അങ്ങയുടെ മക്കൾക്കും വിശ്വാസത്തിന്റെയും ധൈര്യത്തിന്റെയും ആത്മാവിനെ നൽകണമെന്ന് യേശുമസിഹാ പോലെ ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. എന്തായാലും ഇതിപ്പോ വേറെ ഏതൊരു കേസ് കൂടി ആയിട്ടുണ്ട്. ഈ ഒരു ചടങ്ങുകളൊക്കെ നടത്താൻ വേണ്ടി എത്തിയ പാതിരി, ആ ഒരു പള്ളിയിലച്ചൻ, മൂപ്പരെന്തൊരു ഉടായ്പാന്ന് പറഞ്ഞിട്ടൊരു പുതിയ കേസ് കൂടി വന്നിട്ടുണ്ട്. എന്തായാലും ഇതാകെ മൊത്തം ഒരു അവി കൊഴിഞ്ഞ സംഭവമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. ഇതിനൊക്കെ ഒപ്പം നമ്മളൊരു സംഗതി നോക്കൂ, ഈ സുധിച്ചേട്ടന്റെ മകന് വളരെ വിഷമത്തോടെ ഈ ക്യാമറയ്ക്ക് വരാതിരിക്കാൻ നിൽക്കുന്നുണ്ട്. അതേസമയം ഇവരുടെ വീട്ടിലെന്താ നടക്കുന്ന ആൾക്ക് ഈ അളിഞ്ഞോളി പെരേര എന്ന് പറയുന്ന ആ ഇവരൊക്കെ വന്നിട്ട് സുധിച്ചേട്ടന്റെ ഫോട്ടോയിൽ ചെയ്യുന്ന കാര്യം, അത് കഴിഞ്ഞിട്ട് അപ്പുറത്ത് ചെയ്യുന്ന കാര്യം, നാണോ മാനില്ല ഇമ്മാതിരി ആളുകളൊക്കെ വീട്ടിലേക്ക് വിളിച്ചോണ്ടാവാം. നോക്കി നോക്കി, ഇപ്പുറത്ത് സുധിച്ചേട്ടന്റെ ഫോട്ടോ ഒക്കെ തൊട്ട് നെഞ്ചത്തൊക്കെ വെക്കുന്നു. വെറുതെ പക്ക അഭിനയമാണ് അവനൊക്കെ. എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് ഓന്റെ ഡാൻസ് ഫുള്ള് ഫേക്ക്. എങ്ങനെയുണ്ട് ആ ഡാൻസ് കളിച്ച് എന്താ കല്യാണ ആഘോഷം? കൊല്ലം സുധിച്ചേട്ടന്റെ ചരമവാർഷികത്തിനെത്തിയാണ് ഈ നാറി. എന്നിട്ടാണ് അവിടെ ഡാൻസ് കളിക്കുന്നത്. ഒന്നെങ്കിൽ ആ നാറിക്ക് ബോധം വേണം, അവനതില്ല. അല്ലെങ്കിൽ നമ്മുടെ സുധിച്ചേട്ടന്റെ വൈഫ് എന്ന് പറയുന്ന ഈ രേണുവിന് ബോധം വേണം. ഇത് ചരമവാർഷികമാണ്, ഡാൻസ് കളി മറ്റൊന്നും വേണ്ട. സ്വസ്ഥമായിട്ട് ഇവിടെ കൂടിയിരുന്നിട്ട് അദ്ദേഹത്തെ പറ്റിയുള്ള ഓർമ്മകളൊക്കെ പങ്കുവെച്ച് നമുക്കിവിടെ പോവാം. അതിനപ്പുറത്തേക്ക് DJ പാർട്ടി നടത്താം. അത് കല്യാണത്തിന്റെ വാർഷികമൊന്നുമല്ല, ചരമവാർഷികമാണ് എന്ന് പറയാൻ ആ ഒരു സ്ത്രീക്കെങ്കിലും അല്പസ്വല്പമൊക്കെ ബോധം വേണം. അതുമില്ല. ബൈ.